ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സംസാര രീതി കൊണ്ടും ആത്മാർത്ഥമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടും മറ്റുള്ളവരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരും ധാരാളം സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളവരായിട്ടുള്ള ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ആത്മവിശ്വാസത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ സഹായസ്ഥാനത്തും സുഖസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ദുരിതസ്ഥാനത്ത് വ്യാഴത്തിൻ്റേതായ സ്വാധീനശക്തി ഉള്ളതിനാലും സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിൽ കേതു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കൂടാതെ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. 7-ാം ഭാവാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിലോ 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് കർമ്മസ്ഥാനത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാലും 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിൽ കേതു നിൽക്കുന്നത് കൊണ്ട് കർമ്മ മേഖലകളിൽ പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് സമ്മർദ്ദങ്ങൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും കർമ്മസംബന്ധമായിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. വിശേഷിച്ച് ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള സമ്മർദ്ദം പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിലോ സഹായസ്ഥാനത്തും പിന്നീട് സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് സുഖസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും നേട്ടങ്ങൾക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. എന്നാലോ 5-ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസം 17-ാം തീയതി വരെ നീചബലത്തോടു കൂടിയിട്ട് കേതുവിനോടുകൂടി യോഗം ചെയ്യുന്നത് കൊണ്ട് സെപ്റ്റംബർ മാസം 17-ാം തീയതി വരെയുള്ള സമയത്ത് പഠന സംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. വിശേഷിച്ച് ധനസന്താനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ വ്യയസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തിൽ നിൽക്കുന്നതിനുകൊണ്ട് സാമ്പത്തികപരമായിട്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ ക്ഷീണം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ.
അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ. അതുകൊണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു.